ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഉവൈസ് നീലഗിരി. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ മുമ്പ് നമ്മുടെ ചാനലിൽ പറഞ്ഞിരുന്നു സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള ചെറു വിവരണങ്ങളുമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് വരണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് അതിന് ആയിരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. ലൈക്കും കമൻറ്റും ആവശ്യത്തിന് പോന്നോട്ടെ. അപ്പോൾ നമ്മൾ വരകളുടെ കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ളത് റൗണ്ട് വേവ്, വട്ടപ്പുഴു എന്നറിയപ്പെടുന്ന വരയാണ്. അപ്പോൾ ഇതിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്നത് കോഴികളുടെ കുടലിലാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ടേപ്പ് വേവ്. അതും കോഴികളുടെ കുടലിൽ തന്നെയാണ് ഇവരുടെയും വാസസ്ഥലം. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വൈറ്റമിൻസ് ഊറ്റി കുടിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. മൂന്നാമതായിട്ട് ഗേപ്പ് വേവ്. അതാണ് കുറച്ചും കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് അല്ലെങ്കിൽ സൈലൻറ്റ് കില്ലറായിട്ടുള്ള ഒരു വിര എന്ന് പറയാം. ശ്വാസകോശത്തിലാണ് ഇവരുടെ വാസസ്ഥലം. അതേപോലെ തന്നെ തൊണ്ടക്കുഴി, അവിടെ നിന്നാണ് പിന്നെ ശ്വാസകോശത്തിലേക്ക് അവർ യാത്ര ചെയ്തെത്തുന്നത്. അപ്പോൾ നാടൻ രീതിയിൽ നമ്മൾ ഇതിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, പല രീതിയിലുള്ള മരുന്നുകളുണ്ട് നാടൻ രീതിയിൽ. അപ്പോൾ അതിൽ പപ്പാഴയുടെ ഇല കഴിക്കാൻ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ പപ്പായയുടെ ചെറു കായ്കൾ തീറ്റയിൽ ഉൾപ്പെടുത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ചെറുത്ത് നിൽക്കാം. അതേപോലെ തന്നെ പഴുത്ത പപ്പായ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ചെറുത്ത് നിൽക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് കുമ്പളങ്ങ ചെറു കഷ്ണങ്ങളാക്കിയിട്ട് നല്ല രീതിയിൽ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം 1-2 ടീസ്പൂണ് തൈര് ചേർത്തിട്ട് കോഴികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് എന്താക്കാൻ കഴിയും, വിരശല്യം ഒഴിവാക്കാൻ കഴിയും. അതേപോലെ ഇനി മറ്റൊരു പ്രതിവിധിയാണ് പേരക്കയുടെ 5-6 തൂമ്പ് ഇല എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ച് ആറിയ വെള്ളത്തിലേക്ക് 7-8 വെളുത്തുള്ളി ചതച്ച് അരച്ചതിന് ശേഷം അതിൻ്റെ കുത്തിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ആവണക്കണ്ണ, അതേപോലെ തന്നെ വെള്ളക്കാന്താരി പഴുത്തത്. കാന്താരി പഴുത്തതിൻ്റെ അകത്തുള്ള അല്ലികൾ കളയുക. ഒരു കാന്താരിക്കകത്ത് എത്രത്തോളം കൊള്ളിക്കാൻ പറ്റുമോ അത് കൊള്ളിക്കുക, ആവണക്കണ്ണ. അതിനുശേഷം കോഴിയുടെ തൊണ്ടയിലേക്ക് ഡയറക്റ്റ് ഇറക്കി കൊടുക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് എന്താക്കാൻ കഴിയും, വിരശല്യത്തെ ചെറുത്ത് നിൽക്കാൻ കഴിയും. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 1 വർഷത്തിന് മുകളിലുള്ള കോഴികൾക്ക് 2 എണ്ണം, അതിൽ കൂടുതൽ കൊടുക്കരുത്. അതുപോലെ തന്നെ അതിന് താഴെയുള്ളതാണ് 1. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രതിവിധിയാണ് പൂച്ചമയക്കി, കുപ്പമേനി എന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ സസ്യം. അതും അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പില, ഇത് രണ്ടും സമ അളവിൽ അരച്ചെടുത്ത് ഉരുളകളാക്കിയിട്ട് കോഴിയുടെ വായിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താക്കാൻ കഴിയും, ഒരു പരിധി വരെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ആവണക്കണ്ണ, അതേപോലെ തന്നെ കാന്താരി, അതുപോലെ കുപ്പമേനി, പൂച്ചമയക്കി, അതുപോലെ തന്നെ ആര്യവേപ്പില, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പകൽ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക. അഥവാ രാത്രി കൂട്ട് കയറി പുലർച്ചെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറത്തേക്ക് കോഴികളെ പുറത്തേക്ക് വിടരുത്. അപ്പോഴേ ഇതിലൊക്കെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ഒരുപാട് കോഴികളെയും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന നാടൻ രീതികളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര കണ്ട് നമുക്കത് ലഭ്യതയോട് കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇന്ന് അതിന് പറ്റുന്നതായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഇന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ തൊണ്ടയിലുള്ള വിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെ കോഴി കർഷകർ നമ്മളെ ഗ്രൂപ്പിലായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സംശയം ചോദിച്ചിട്ട് വരുന്നത്
ശ്വാസം മുട്ടാണ് കോഴികൾക്ക് എന്താണ് മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം വരുന്ന ചോദ്യം. അപ്പോൾ അധികവും എന്താ പറയുക, എല്ലാ ചുമയും എന്താവണമെന്നില്ല, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവണമെന്നില്ല. കോഴിയുടെ തൊണ്ടയിൽ വിര ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ നൽകുമ്പോഴേ അതിനെന്താവുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെന്താവും, ഒരു പക്ഷേ അതിന് ശ്വാസം മുട്ടാണ് എന്നുള്ള നിലക്ക് ആൻറ്റിബയോട്ടിക്കുകൾ പല രീതിയിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ മാറ്റിയും മറിച്ചും കൊടുത്തുകൊണ്ടിരിക്കും. ഒരു കാരണവശാലും അതെന്താവില്ല, റിക്കവർ ആവില്ല. അപ്പോൾ കോഴിക്ക് ബോഡിക്ക് അതെന്താണ്, കേടാണ്. കോഴിയെ നമ്മൾ വെറുതെ നശിപ്പിക്കുകയാണ് ചെയ്യണത്. നേരെ മറിച്ച് എന്താ പറയുക, ഒരു ടോർച്ച് എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും എന്താ പറയുക, ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ തൊണ്ടയിലുള്ള വിരയെക്കുറിച്ചാണ് ഇന്നിപ്പോൾ ഏതായാലും നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വന്നിട്ടുള്ളതും അതിനെ പ്രിവെൻറ്റ് ചെയ്ത് റെഡിയാക്കിയതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ തൊണ്ടയിൽ വിര ഉണ്ടായിരിക്കുക നമ്മളെന്താക്കും, അസീത്രാളും അസീത്രോമൈസിനും അതേപോലെ തന്നെ ടെട്രാസൈക്ലിനും പാനഡ്രില്ലും അതേപോലെ സെപ്ട്രാനും ഇങ്ങനെ ഈ പറയപ്പെടുന്ന ശ്വാസ സംബന്ധമായിട്ടുള്ള സകല മരുന്നും ആ കോഴിക്ക് വാരിക്കോരി കൊടുക്കും. അത് അളവിനും അളവ് കൂടുതലൊക്കെ ആയിട്ട്. പക്ഷേ ഒരു കാരണവശാലും കോഴിക്ക് എന്ത് മാറില്ല, ഈ പറയപ്പെടുന്ന ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറില്ല. കാരണം അതിൻ്റെ തൊണ്ടയിൽ എന്തുണ്ട്, വിരണ്ട്. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മരുന്നുകൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് പറ്റുന്ന മരുന്നുകളിൽ പെട്ടതാണ് ഫെൻബെൻഡസോൾ. നമുക്ക് ഉപയോഗിക്കാം, എന്താണ് ഫെൻഡാസ് പ്ലസ് എന്ന് പറയുന്ന സിറപ്പ് വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുക, ഫെൻബെൻഡസോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. അൽബോമാർ എന്ന് പറയുന്ന മരുന്നുണ്ട്, പക്ഷേ അൽബോമാറിൽ ആൽബെൻഡസോളാണ് വരുന്നത്. അത്ര കണ്ട് റിസൾട്ട് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയണത്. അതേപോലെ തന്നെ എന്താ പറയുക, എൻഡോബാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റിസൾട്ട് ഉള്ളതായിട്ടും പല സുഹൃത്തുക്കളും പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനേതായാലും ഫെൻബെൻഡസോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, അതിന് അപ്പുറത്തേക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള പല മരുന്നുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ആവശ്യമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്കതൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള എന്താ പറയുക, റൗണ്ട് വേം അതേപോലെ തന്നെ ടേപ്പ് വേം, ഇതിനൊക്കെ ഈ പറയുന്ന ഫെൻഡാസ് പ്ലസ് അല്ലെങ്കിൽ എന്താ പറയുക ഫെൻബെൻഡസോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഓരോ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ സമയത്ത് നമ്മൾ ചെയ്യുന്ന വിര ഇളക്കുക എന്ന് പറയുമ്പോൾ 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിര ഇളക്കാവുന്നതാണ് കോഴി കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ സമയത്തും നമ്മൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ നൽകാൻ ശ്രമിക്കുക. ഒരു തവണ ഇപ്പോൾ നമ്മൾ ആൽബെൻഡസോളാണ് നൽകണമെങ്കിൽ പിറ്റത്തെ തവണ നമ്മൾ എന്താക്കുക, ഫെൻബെൻഡസോൾ നൽകുക. അതിന് ശേഷം മെബെൻഡസോൾ നൽകുക, അല്ലെങ്കിൽ പെപ്പരാസിൻ കൊടുക്കുക. അതേപോലെ തന്നെ ലിവാമിസോൾ നൽകാം, അതേപോലെ തന്നെ പൈറാൻഡിൽ. അങ്ങനെ ഒരുപാട് മരുന്നുകൾ നിലവിൽ നമുക്ക് എന്താക്കാനുണ്ട്, അവൈലബിൾ ആയിട്ട് കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ സമയത്ത് വ്യത്യസ്ത സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരു തവണ കൊടുത്തത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിര കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്. മുട്ടയിടുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഉൽപ്പാദനം കുറയും. അതുപോലെ തന്നെ വളർച്ചാ നിരക്ക് ഗണ്യമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ പൂവ് താട പോലുള്ളതിൻ്റെ എന്താ പറയുക, കളറ് അഥവാ റെഡ് കളറ് മാറിയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡിലേക്കൊക്കെ വരും. അതേപോലെ തന്നെ തൂവലുകളുടെ ഒതുക്കം ഇല്ലാതാവും, മിനുസം ഇല്ലാതാവും.
അതുപോലെ തന്നെ വൈറ്റമിൻസ് ഊറ്റി കുടിക്കുന്നതായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ടേപ്പ് വേം ഒക്കെയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻസ് പൂർണ്ണമായിട്ട് കഴിക്കും. അപ്പോൾ വൈറ്റമിൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോഴികൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഇനിയും വിശദീകരിക്കേണ്ടതില്ലല്ലോ. വീണ്ടും അതെന്താവുക തന്നെയാണ്, കോഴിക്ക് ക്ഷീണവും കാര്യങ്ങളും തളർച്ചയും ഒക്കെ ഉണ്ടാവുക തന്നെയാണ് ചെയ്യുക. അതേപോലെ തന്നെ വയറിളക്കം, അമിതമായിട്ടുള്ള വയറ്റിന്ന് പോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും കൂടുതൽ ഇനി എന്താ പറയുക, നിങ്ങളെ ഇരുത്തി നമ്മൾ എന്താക്കുന്നില്ല, വെറുപ്പിക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കൊടുത്തിട്ടുള്ള മരുന്നും അതിൻ്റെ വിശദീകരണമൊക്കെ ഇപ്പോൾ ഇവിടെ തന്നു കഴിഞ്ഞു. ഇനി അത് ഏതെല്ലാം രീതിയിലാണ് ഇൻഫെക്റ്റഡ് ആയിരുന്നതും അതിൻ്റെ മാറ്റവും നിങ്ങൾക്ക് കാണാം. ഓക്കെ.